എല്ലാവർക്കും ഹിന്ദി ട്യൂഷൻ വേൾഡ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇക്കായ് ഏക്കിലെ ആദ്യത്തെ പാഠഭാഗമാണ്. എല്ലാവരും ഇക്കായ് ഏക്കിലെ ചിത്രം നിരീക്ഷിക്കുക. ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നതാണ്. അവൾ ആ ജനലിലൂടെ കാണുന്ന കാഴ്ച ഒരു വാഗമരമാണ്. ആ വാഗമരം പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. ഈ ജനലിലൂടെ പുറത്തോട്ട് നോക്കി നിൽക്കുന്ന പെൺകുട്ടിയുടെ പേരാണ് മീന. നിങ്ങൾക്ക് 7ാം ക്ലാസ്സിൽ ആദ്യമായി പഠിക്കാനുള്ള കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് മീന. മീന തൻ്റെ വാഗമരത്തിന് ഹിന്ദിയിൽ പറയുന്നത് ഗുൽമോഹർ കാ പേട്, ഈ വാഗമരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. അതിനായി തൻ്റെ കൂട്ടുകാരിയായ നിർമ്മലിനെ ക്ഷണിക്കുന്ന ഒരു കത്താണ് നിങ്ങൾക്ക് ആദ്യമായി പഠിക്കാനുള്ളത്. നമുക്കിനി കത്ത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. കത്തെഴുതുമ്പോൾ നമ്മൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് കത്ത് ഒരു ബോക്സിനുള്ളിലായിരിക്കണം എഴുതേണ്ടത്. കത്തിന് വലതുവശത്ത് മുകളിലായി മേൽവിലാസം, സ്ഥലം, തീയതി എന്നിവ കൊടുക്കുക. ഇടതുവശത്തായി സംബോധന കൊടുക്കുക. സംബോധന എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക്, ബഹുമാനപ്പെട്ട ടീച്ചറിന്, ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് സംബോധന എന്ന് പറയുന്നത്. സംബോധനയിൽ നമ്മൾ വെക്കേണ്ടത് ആർക്കാണോ നമ്മൾ കത്തെഴുതുന്നത് അയാളുടെ പേരാണ് സംബോധനയിൽ വെക്കേണ്ടത്. അതിനുശേഷം കത്തിൻ്റെ ഉള്ളടക്കം എഴുതുക. എന്ത് കാര്യത്തിനാണ് ഈ കത്ത് എഴുതുന്നത്, ആ മാറ്റർ, ആ സംഭവം ആ കത്തിൽ എഴുതുക. പിന്നീട് ഒരു ഉപസംഹാരം, കത്ത് എഴുതി ചുരുക്കുക. അതിനുശേഷം ആരാണോ കത്ത് എഴുതുന്നത് അയാളുടെ പേരെഴുതുക. നിങ്ങൾക്ക് പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് മീന തൻ്റെ കൂട്ടുകാരിയായ നിർമ്മലിന് എഴുതുന്ന കത്താണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംബോധനയിൽ നിർമ്മലിൻ്റെ പേരാണ് വെച്ചിരിക്കുന്നത്. കത്ത് അവസാനിക്കുന്നിടത്ത് മീനയുടെ പേരുമാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കത്ത് വിശദമായി പരിചയപ്പെടാം. കശ്യപ് നിവാസ്, ജുഹു, മുംബൈ, 4 मई 2014. प्रिय निर्मल, नमस्ते. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूँ. तुम जरूर आना. परसों शाम को 4:30 बजे. तुम्हारी मीना. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. ഈ പറയുന്ന ഓരോ വാക്കുകളുടെയും അർത്ഥം ആദ്യം നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥമായി മനസ്സിലാക്കി പഠിക്കുക. കശ്യപ് നിവാസ്. കശ്യപ് നിവാസ് മേൽവിലാസമാണ്. ജുഹു മുംബൈ, മുംബൈയിലെ ജുഹു എന്ന് പറയുന്ന സ്ഥലം. അടുത്തത് ഡേറ്റ് ആണ് 4 മെയ് 2014, 4 മെയ് 2014. ആദ്യം തന്നെ കത്ത് എങ്ങനെ എഴുതണമെന്ന് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയായിരുന്നു. വലത് ഭാഗത്ത് മുകളിലായി മേൽവിലാസം, സ്ഥലം, തീയതി എന്നിവ കൊടുക്കണം. ആ ഒരു ഫോർമാറ്റാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ഇനി സംബോധനയാണ്. സംബോധന എങ്ങനെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇടത് ഭാഗത്ത് താഴെയായി പ്രിയ നിർമ്മൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിച്ചു, മീന തൻ്റെ കൂട്ടുകാരിയായ നിർമ്മലിനാണ് കത്തെഴുതുന്നത്. അതുകൊണ്ട് തന്നെ സംബോധനയിൽ നമ്മൾ ആർക്കാണോ കത്തെഴുതേണ്ടത് അയാളുടെ പേരാണ് വെച്ചിരിക്കുന്നത്. മീന നിർമ്മലിനാണ് കത്തെഴുതുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയ നിർമ്മൽ, പ്രിയപ്പെട്ട നിർമ്മൽ. നമസ്തേ, നമസ്കാരം. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. പർസോം എന്ന് വെച്ചാൽ മറ്റന്നാൾ. മേരെ എൻ്റെ, പ്യാരെ പ്രിയപ്പെട്ട, ഗുൽമോഹർ കെ പേട് എന്ന് വെച്ചാൽ വാഗമരം. 5വാം അഞ്ചാമത്തെ. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. परसों അതായത് മറ്റന്നാൾ മേരെ പ്യാരെ ഗുൽമോഹർ കെ പേട് കാ, എൻ്റെ പ്രിയപ്പെട്ട വാഗമരത്തിൻ്റെ 5വാം ജന്മദിൻ ഹെ, 5ാമത്തെ പിറന്നാളാണ്. മൈം ഉസ്കി വർഷഗാഠ് മനാ രഹി ഹൂം.
മൈം ഞാൻ, ഉസ്കി അതിൻ്റെ, അതായത് ഈ വാഗമരത്തിൻ്റെ, വർഷഗാണ്ട് വർഷഗാണ്ട് എന്ന് വെച്ചാൽ ജന്മദിനം, മനാരഹി ഹും മനാരഹി എന്ന് വെച്ചാൽ ആഘോഷിക്കുക. മൈം ഉസ്കി വർഷഗാണ്ട് മനാരഹി ഹും ഞാൻ അതിൻ്റെ, അതായത് എൻ്റെ വാഗമരത്തിൻ്റെ ജന്മദിനം മനാരഹി ഹും ആഘോഷിക്കുന്നു. തും സരൂർ ആന നീ, തും എന്ന് വെച്ചാൽ നീ, സരൂർ സരൂർ തീർച്ചയായും, ആന വരണം. തും സരൂർ ആന നീ തീർച്ചയായും വരണം. പർസോം മറ്റന്നാൾ, ഷാംകോ വൈകുന്നേരം, 4:30 ബജെ 4:30 എന്ന് വെച്ചാൽ 4:30, വൈകുന്നേരം 4:30. ബജെ സമയം, പർസോം ഷാംകോ 4:30 ബജെ മറ്റന്നാൾ വൈകുന്നേരം 4:30 ബർത്ത്ഡേ പാർട്ടി വെച്ചിരിക്കുന്നത്, നീ തീർച്ചയായും വരണം. തുമാരി മീന നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മീന. മീനയുടെ കത്ത് ലഭിച്ചതിന് ശേഷം നിർമ്മലിന് ഒരുപാട് സംശയങ്ങളുണ്ടായി. അത് തീർക്കാനായി നിർമ്മൽ മീനയെ ഫോൺ ചെയ്യുകയാണ്. നമുക്ക് ആ സംഭാഷണം നോക്കിയാലോ. ഹലോ ഹലോ നിർമ്മൽ, കൈസി ഹോ? तुम्हें मेरी चिट्ठी मिल गई? हाँ, इसलिए तो टेलीफोन कर रही हूँ. मुझे तुम्हारी चिट्ठी समझ में ही नहीं आई. किसका जन्मदिन है? ആദ്യം മുതൽ നോക്കാം. ഹലോ 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 നിർമ്മൽ, കൈസി ഹോ? കൈസി ഹോ എന്ന് വെച്ചാൽ സുഖമായിരിക്കുന്നു, നിനക്ക് എങ്ങനെയുണ്ട്. ഹൗ ആർ യു നമ്മൾ ചോദിക്കത്തില്ലേ, അതിൻ്റെ ഹിന്ദിയാണ് കൈസി ഹോ. ഹലോ നിർമ്മൽ, ഹലോ നിർമ്മൽ, കൈസി ഹോ? നിനക്ക് എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു, മീന ചോദിക്കുകയാണ് കേട്ടോ ഇത്. തുമേ മേരി ചിട്ടി മിൽ ഗയി. ചിട്ടി എന്ന് വെച്ചാൽ കത്ത്. തുമേ നിനക്ക്, മേരി എൻ്റെ, ചിട്ടി മിൽ ഗയി കത്ത് ലഭിച്ചോ? മീന ചോദിക്കുകയാണ്. നിർമ്മൽ നീ സുഖമായിരിക്കുന്നു, നിനക്കെൻ്റെ കത്ത് ലഭിച്ചോ? ഇനി നിർമ്മലിൻ്റെ മറുപടിയാണ് ഹാം ഇസ്ലിയെ തോ ടെലിഫോൺ കർ രഹി ഹും. ഹാം കിട്ടി, ഇസ്ലിയെ തോ അതുകൊണ്ടാണ്, ടെലിഫോൺ കർ രഹി ഹും ഞാൻ നിന്നെ ഫോൺ വിളിക്കുന്നത്. മുझे तुम्हारी ചിട്ടി സമജ് മേ ഹി നഹി ആയി. മുझे എനിക്ക്, തുമാരി നിന്റെ, ചിട്ടി നിന്റെ കത്ത്, സമജ് മേ ഹി നഹി ആയി. സമജ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, സമജ് മേ ഹി നഹി എന്ന് വെച്ചാൽ മനസ്സിലായില്ല. മുझे तुम्हारी ചിട്ടി സമജ് മേ ഹി നഹി ആയി. എനിക്ക് നിന്റെ കത്ത് മനസ്സിലായില്ല. കിസ്ക ജന്മദിൻ ഹേ? കിസ്ക എന്ന് വെച്ചാൽ ആരുടെ, ആരുടെ ജന്മദിനമാണ്? അപ്പോൾ മീന പറയുകയാണ് അരേ ലിഖാ തോ താ ചിട്ടി മേം ഹമാരെ ഗുൽമോഹർ കെ പേട് കാ. അരേ ലിഖാ തോ താ, അതായത് ഞാൻ, ലിഖ എന്ന് വെച്ചാൽ എഴുതുക, അരേ അരേ എന്ന് വെച്ചാൽ സംബോധന ചെയ്തിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. അരേ ലിഖാ തോ താ ഞാൻ എഴുതിയിരുന്നല്ലോ, ചിട്ടിമേം കത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ഹമാരെ ഗുൽമോഹർ കെ പേട് കാ ഞങ്ങളുടെ, ഗുൽമോഹർ കെ പേട്, ഗുൽമോഹർ കെ പേട് നമ്മൾ പഠിച്ചു, വാഗമരമാണ് ഗുൽമോഹർ കെ പേട് എന്ന് പറയുന്നത്. ചുവന്ന നിറത്തിൽ പൂക്കൾ പിടിക്കുന്ന ഒരു മരമാണ് ഗുൽമോഹർ കാ പേട് എന്ന് പറയുന്നത്. ഈ വാഗമരം മഞ്ഞ നിറത്തിലും പൂക്കൾ പിടിക്കുന്ന വാഗമരമുണ്ട്, ചുവപ്പ് നിറത്തിലുള്ളതുമുണ്ട്. ഹമാരെ ഗുൽമോഹർ കെ പേട് കാ ഞങ്ങളുടെ വാഗമരത്തിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ നിർമ്മൽ ചോദിക്കുകയാണ് ഗുൽമോഹർ കെ പേട് കാ, ഗുൽമോഹർ മരത്തിൻ്റെയോ വാഗമരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നുവോ? അരേ കോയി പേട് കാഫി ജന്മദിൻ മനാത്താ ഹേ? അരേ കോയി പേട് കാഫി ജന്മദിൻ മനാത്താ ഹേ. കോയി ഏതെങ്കിലും, പേട് പേടെന്ന് വെച്ചാൽ മരത്തിൻ്റെ, കോയി പേട് കാഫി ഏതെങ്കിലും മരത്തിൻ്റെ, ജന്മദിനം മനാത്ത, മനാത്ത എന്ന് വെച്ചാൽ ആഘോഷിക്കുക, ഏതെങ്കിലും മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുമോ? തും മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി? തും നീ, മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി. മസാക്ക് എന്ന് വെച്ചാൽ കളിയാക്കുക, നീ എന്നെ പറ്റിക്കുമല്ലോ, നീ എന്നെ തമാശ കാണിച്ച് കളിയാക്കുമല്ലോ. തും മേരെ സാത്ത് മസാക് തോ നഹീ കർ രഹി. സച്ച് സച്ച് ബതാവോ മീന. നീ സച്ച് എന്ന് വെച്ചാൽ സത്യം, സച്ച് ബതാവോ മീന നീ സത്യം പറ മീന, നീ എന്നെ പറഞ്ഞ് കളിയാക്കുവാണോ? അപ്പോൾ മീന പറയുകയാണ് സച്ച്
മൈ മസാക് നഹീം കർ രഹി. സച്ച്, സത്യമാണ്. മൈ മസാക് നഹി, ഞാൻ നിന്നെ കളിയാക്കുകയല്ല, ഞാൻ തമാശ പറയുകയല്ല. മസാക് നഹീം കർ രഹി. पर पेड़ का जन्मदिन क्यों मना रही हो? അപ്പോൾ നിർമ്മലിന്റെ സംശയമാണ്. पर पेड़ का जन्मदिन, ഒരു മരത്തിൻ്റെ ജന്മദിനം, ക്യോം എന്തുകൊണ്ട്, മനാ രഹി ഹോ, മനാ രഹി ഹോ എന്ന് വെച്ചാൽ ആഘോഷിക്കുക. पर पेड़ का जन्मदिन क्यों मना रही हो, പിന്നെ എന്തുകൊണ്ടാണ് ഒരു മരത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നത്? അപ്പോൾ നമ്മളുടെ മീന പറയുകയാണ്, ഇസ്കി എക് കഹാനി ഹെ, അതിനൊരു കഹാനി, ഒരു കഥയുണ്ട്. ബസ് തും സരൂർ ആന, നീ സരൂർ നമ്മൾ നേരത്തെ പഠിച്ചു, തീർച്ചയായും. ബസ് തും സരൂർ ആന, പക്ഷെ നീ തീർച്ചയായും ആന, നീ തീർച്ചയായും വരണം. മൈ തുമേം സാരി കഹാനി ബതാ ദൂങ്കി. മൈ തുമേ, ഞാൻ നിനക്ക് സാരി, മുഴുവൻ കഹാനി, മുഴുവൻ കഥയും ബതാ ദൂങ്കി, പറഞ്ഞു തരാം. അപ്പോൾ നിർമ്മൽ പറയുകയാണ്, അച്ഛ സരൂർ ആവൂങ്കി, അതായത് ശരി സരൂർ, തീർച്ചയായും ഞാൻ വരും. ഇനി നമുക്ക് മീന പറഞ്ഞ ഗുൽമോഹറിൻ്റെ കഥ പരിചയപ്പെടാം. ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹറിൻ്റെ ജന്മദിനം. ഈ കഥ എഴുതിയത് സന്തോഷ് സാഹനി. ചഹ് മെയ് കി ഷാം, मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. दरी पर सफ़ेद चादर है. एक और खाने पीने की चीज़ें रखी है. ചഹ് എന്ന് വെച്ചാൽ 6, ഷാം വൈകുന്നേരം. ചഹ് മെയ്ക്ക് ഷാം, മെയ് 6-ാം തീയതി വൈകുന്നേരം. मीना के घर के बगीचे में गुलमोहर के पेड़ के नीचे एक दरी बिछी है. കർ എന്ന് വെച്ചാൽ വീട്, ബഗീച്ചെ പൂന്തോട്ടം, ഗുൽമോഹർ കെ പേഡ്, ഗുൽമോഹർ മരം, അതായത് വാഗമരം, നീച്ചെ താഴെ, ദരി, ദരി എന്ന് വെച്ചാൽ പരവതാനി, ബിച്ചി, ബിച്ചി എന്ന് വെച്ചാൽ വിരിക്കുക. മീന കെ കർ കെ ബഗീച്ചെ മേ, മീനയുടെ വീടിൻ്റെ പൂന്തോട്ടത്തിൽ, ഗുൽമോഹർ പേഡ് കെ നീച്ചെ, ഗുൽമോഹർ മരത്തിന് താഴെ, എക് ദരി ബിച്ചി ഹെ, ഒരു പരവതാനി വിരിച്ചിട്ടുണ്ട്. ദരി പർ സഫേദ് ചാദർ ഹെ, ദരി പർ, ഈ പരവതാനിയിൽ, പരവതാനിക്ക് പർ എന്ന് പറയുന്നത് മുകളിൽ, ഈ പരവതാനിക്ക് മുകളിൽ, സഫേദ്, സഫേദ്, സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള നിറം, ചാദർ പുതപ്പ്, ബെഡ്ഷീറ്റ്. ദരി പർ സഫേദ് ചാദർ ഹെ, ഈ പരവതാനിക്ക് മുകളിലായി ഒരു വെള്ള ബെഡ്ഷീറ്റ് വിരിച്ചിരിക്കുന്നു. ഏക് ഓർ ഖാനെ പീനെ കി ചീസേം രഖി ഹെ, ഏക് ഓർ ഒരു വശത്തായിട്ട്, ഖാനെ പീനെ കി ചീസേം അതായത് ഭക്ഷണ വസ്തുക്കൾ, രഖി ഹെ വെച്ചിട്ടുണ്ട്. ഏക് ഓർ ഖാനെ പീനെ കി ചീസേം രഖി ഹെ, ഒരു വശത്തായി, ബെഡ്ഷീറ്റിൻ്റെ ഒരു വശത്തായി കഴിക്കാനുള്ള സാധനങ്ങൾ, ഭക്ഷണ വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മീനയുടെ സുഹൃത്തുക്കളാണ്. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു और शीला बातें करती चली आ रही है. सबके हाथों में उपहार है. അപ്പോൾ നമുക്ക് മീനയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണെന്ന് നോക്കാം. നിർമ്മൽ, ചമ്പ, കുൽവന്ത്, പുഷ്പ, നസീം ബാനു അവർ ഷീല, ഇവരൊക്കെയാണ് മീനയുടെ കൂട്ടുകാർ. ബാത്തേം കർത്തി ചലി ആരഹീഹും, ഇവരെല്ലാം ബാത്തേം കർത്തി സംസാരിച്ചു കൊണ്ട്, ചലി ആരഹീഹി ഇങ്ങോട്ട് മീനയുടെ വീട്ടിലോട്ട് കടന്നു വരികയാണ്. സബ്കെ ഹാത്ത് മേം ഉപകാർ ഹേ, സബ്കെ എല്ലാവരുടെയും, ഹാത്തേം കൈകളിൽ, ഉപഹാർ, ഉപഹാർ എന്ന് വെച്ചാൽ ഗിഫ്റ്റ്, എല്ലാവരുടെയും കയ്യിൽ സമ്മാനമുണ്ട്. സബ്കെ ഹാത്തോ മേ ഉപഹാർ ഹേ, എല്ലാവരുടെയും കയ്യിൽ ഗിഫ്റ്റുകളുണ്ട്. മീന ദിക്കാവോ തോ വഹ് ഗുൽമോഹർ കഹാം ഹേ, നിർമ്മൽ ബോലി. അപ്പോൾ നിർമ്മൽ പറയുകയാണ്, മീന ദിക്കാവോ തോ കാണിച്ചു തരൂ, വഹ് ഗുൽമോഹർ കഹാ ഹേ, ആ ഗുൽമോഹർ മരം കഹാം എവിടെയാണ്. അപ്പോൾ മീന മറുപടി പറയുകയാണ്, ആവോ ആവോ യഹ് ദേക്കോ, വരൂ വരൂ ഇത് നോക്കൂ, ദേക്കോ എന്ന് വെച്ചാൽ ഇത് നോക്കൂ. मीना ने बगीचे में उन्हें गुलमोहर का वृक्ष दिखाया.
മീനാനെ ബഗീച്ചേമേ മീന പൂന്തോട്ടത്തിൽ പോയിട്ട് ഉനേം തൻ്റെ കൂട്ടുകാർക്ക് ഗുൽമോഹർ കാ വൃക്ഷ ഗുൽമോഹർ മരം ദിക്കായ കാണിച്ചു കൊടുത്തു. കോമൾ കോമൾ പത്തിയോം വാല എക് സുന്ദർ വൃക്ഷ. ഇനി ഗുൽമോഹർ മരത്തിൻ്റെ പ്രത്യേകത പറയുകയാണ്. കോമൾ കോമൾ, കോമൾ എന്ന് വെച്ചാൽ നിർമ്മലമായ, സോഫ്റ്റായ. പത്തിയോം വാല, പത്തിയോം എന്ന് വെച്ചാൽ ഇലകൾ, പത്തിയോം വാല ഇലകൾ നിറഞ്ഞ. എക് സുന്ദർ വൃക്ഷ, അപ്പോൾ കോമൾ കോമൾ പത്തിയോം വാല നല്ല സോഫ്റ്റായ ഇലകൾ നിറഞ്ഞ. എക് സുന്ദർ വൃക്ഷ ഒരു സുന്ദരമായ മരം. पत्तियों के बीच में से लाल और केसरिया रंग के सुंदर फूल चांक रहे थे. പത്തിയോം കെ ബീച്ച്, ബീച്ച് എന്ന് വെച്ചാൽ ഇടയിൽ. ലാൽ, ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ് നിറം. കേസരിയ, കേസരിയ എന്ന് വെച്ചാൽ കുങ്കുമ നിറം. രംഗ്, രംഗ് എന്ന് വെച്ചാൽ നിറം. ഫൂൽ, ഫൂൽ എന്ന് വെച്ചാൽ പൂവ്. ചാങ്ക്, ചാങ്ക് എന്ന് വെച്ചാൽ ഒളിഞ്ഞു നോക്കുക. പത്തിയോം കെ ബീച്ച് മേ ഇലകൾക്കിടയിൽ ലാൽ അവർ കേസരിയ രംഗ് കെ ചുവപ്പ് നിറത്തിലും കുങ്കുമ നിറത്തിലുമുള്ള സുന്ദർ ഫൂൽ സുന്ദരമായ പൂക്കൾ ചാഗ്രഹത്തെ ഒളിഞ്ഞ് നോക്കുന്നു. അപ്പോൾ ഈ ഗുൽമോഹർ മരം നിറയും ഇലകളാണ്. ഈ ഇലകൾക്കിടയിൽ ചെറിയ ചെറിയ കുങ്കുമ നിറത്തിലും ചുവന്ന നിറത്തിലുമുള്ള പൂക്കളുണ്ട്. അപ്പോൾ ഈ ഇലകൾക്കിടയിൽ നിൽക്കുന്ന പൂക്കൾ എങ്ങനെയാണ് ഈ കുട്ടികൾ നോക്കുമ്പോൾ ഇലകൾക്കിടയിൽ നിന്ന് ഈ പൂക്കൾ ഒളിഞ്ഞു നോക്കുന്നത് പോലെയാണ് ഈ കുട്ടികൾക്ക് തോന്നിയത്. ചാഗ്രഹത്തെ എന്ന് വെച്ചാൽ ഒളിഞ്ഞു നോക്കുക. मानो मीना की सहेलियों को देखकर धीमे धीमे मुस्कुरा रहे हो. മാനോ മീനാക്കി സഹേലിയോം, സഹേലിയോം എന്ന് വെച്ചാൽ കൂട്ടുകാർ. ദേക്കർ കണ്ടിട്ട്, ധീമെ ധീമെ പതുക്കെ പതുക്കെ, മുസ്കുര, മുസ്കുര എന്ന് വെച്ചാൽ ചിരിക്കുക. മാനോ മീനാക്കി സഹേലിയോം കോ ദേക്കർ, മീനയുടെ സഹേലിയോം കോ കൂട്ടുകാരെ ദേക്കർ കണ്ടിട്ട് ഈ വാഗമരം ധീമെ ധീമെ പതുക്കെ പതുക്കെ മുസ്കുരാ രഹേ ചിരിക്കുകയാണ്. നമ്മൾ ഈ 2 പാരഗ്രാഫിൽ പഠിച്ചത് മീനയുടെ പ്രിയപ്പെട്ട വാഗമരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനായി മീനയുടെ സുഹൃത്തുക്കൾ ഉപഹാരങ്ങളുമായി, ഗിഫ്റ്റുകളുമായി മീനയുടെ വീട്ടിലേക്ക് വരുന്നതും അവർ വാഗമരത്തിനെ പരിചയപ്പെടുന്നതുമാണ്. വാഗമരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ നിറയും ഇലകളുണ്ട്. ഈ ഇലകൾക്കിടയിൽ ചുവപ്പും കുങ്കുമ നിറത്തിലുള്ള പൂക്കളുണ്ട്. ഈ വാഗമരം ഈ കുട്ടികളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നതായി ഇവർക്ക് തോന്നുന്നു. ഇനി നമുക്ക് 3ാമത്തെ പാരഗ്രാഫ് നോക്കാം. जन्मदिन की बधाई हो गुलमोहर, निर्मल ने हंस कर कहा. जन्मदिन की बधाई, बधाई എന്ന് വെച്ചാൽ വിഷസ്. നിർമ്മൽ ने ഹാംസ് കർ കഹ, ഹാംസ് കർ എന്ന് വെച്ചാൽ ചിരിച്ചുകൊണ്ട്. നിർമ്മൽ ने, നിർമ്മൽ ഹാംസ് കർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കഹ പറയുക. मीना अब बताओ गुलमोहर का जन्मदिन क्यों मना रही हो, निर्मल ने पूछा. मीना, मीന अब बताओ നീ ഇപ്പോൾ പറയൂ, ബതാവോ പറയൂ. ഗുൽമോഹർ കാ ജന്മദിൻ, ഗുൽമോഹറിൻ്റെ ജന്മദിനം. ക്യോം, ക്യോം എന്ന് വെച്ചാൽ എന്തുകൊണ്ട്. മനാ രഹി ഹോ എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത്. നിർമ്മലിനെ പൂച്ച, പൂച്ച എന്ന് വെച്ചാൽ ചോദിക്കുക. നിർമ്മൽ ചോദിച്ചു. यह बेचारा पिछले रविवार को ही कटा जाने वाला था, मीना बोली. അപ്പം മീന പറയുകയാണ് യഹ ബേച്ചാര, ബേച്ചാര എന്ന് വെച്ചാൽ പാവം. പിച്ചലെ, പിച്ചലെ എന്ന് വെച്ചാൽ കഴിഞ്ഞ. രവിവാർ ഞായറാഴ്ച. ഖട്ട എന്ന് വെച്ചാൽ മുറിക്കുക. യഹ ബേച്ചാര പിച്ചലെ രവിവാർക്കോ ഈ പാവം ചെടി, ഈ പാവം ചെടി പിച്ചലെ രവിവാർ കഴിഞ്ഞ ഞായറാഴ്ച കട്ടാ ജാനേ വാലാത്ത ഇത് മുറിക്കേണ്ടതായിരുന്നു. മീന ബോലി, ബോലി എന്ന് വെച്ചാൽ പറയുക. മീന പറഞ്ഞു. അപ്പോൾ ആ കൂട്ടുകാരൻ ചോദിക്കുകയാണ് ക്യോം എന്തിന്. ക്യോം കി ഇസ് പർ ഫൂൽ നഹീം ആ രഹേ തേ, ക്യോം കി എന്തുകൊണ്ടെന്നാൽ ഇസ് പർ ഈ വാഗമരത്തിൽ ഫൂൽ, ഫൂൽ നഹീം ആ രഹേ തേ, ഫൂൽ എന്ന് വെച്ചാൽ പൂക്കൾ. ഫൂൽ നഹീം ആ രഹേ തേ ഇതിൽ പൂക്കൾ പിടിയുന്നില്ലായിരുന്നു, ഇത് പൂക്കൾ വരുന്നില്ലായിരുന്നു.
चार साल पहले कर तैयार हो जाने के बाद माम ने बगीचा लगवाया. चाह 6 साल വർഷം പഹലെ മുൻപേ. 4 साल पहले 6 വർഷം മുമ്പ് കർ തയ്യാർ ഹോ ജാനെ കെ ബാദ് ഞങ്ങളുടെ വീടെല്ലാം ശരിയായതിന് ശേഷം ബാദ് ശേഷം മാംനെ ബഗീച്ച ലഗ്വായ. ബഗീച്ച എന്ന് വെച്ചാൽ പൂന്തോട്ടം. അമ്മ പൂന്തോട്ടമൊക്കെ തയ്യാറാക്കി. ഹരി കാസ് ലഗ്വായി ഫൂലോം കി ക്യാരിയാം ബൻവായി. എന്തൊക്കെ ചെയ്തു എന്നിട്ട്? ഹരി എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള, കാസ് പുല്ല്, ലഗ്വായി പച്ച നിറത്തിലുള്ള പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഫൂലോം കി ക്യാരിയ ബൻവായി പൂക്കളുടെ ക്യാരിയാം എന്ന് വെച്ചാൽ തോട്ടം, പൂക്കളുടെ തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചു. ബെഞ്ഞു ഒരു അമ്രൂദ്, അതായത് ഒരു പേരമരം, ഒരു ഒരു മാവ്, പിന്നീട് ഗുൽമോഹർക്ക് ദോ പൗദേ, ഗുൽമോഹർ മരത്തിന്റെ 2 തൈകളെ മേടിച്ചു. ഏക് മേംസെ അതിൽ ഒന്നിൽ ലാൽ എന്ന് വെച്ചാൽ ചുവപ്പ്. അവർ ദൂസരേമി, അപ്പോൾ ഒന്നില് ചുവന്ന പൂവാണ് പിടിക്കേണ്ടത്. അവർ ദൂസരേമി രണ്ടാമത്തതില് പീലെ എന്ന് വെച്ചാൽ മഞ്ഞ. പീലെ രംഗ് കെ ഫുൽ നിഗൽനെ ചാഹിയെ. നിഗൽനെ എന്ന് വെച്ചാൽ ആ മഞ്ഞ നിറത്തിലുള്ള പൂവ്, നിഗൽനെ പിടിക്കുക, മഞ്ഞ നിറത്തിലുള്ള പൂവാണ് വരേണ്ടത്. पेड़ लगाने के कुछ साल बाद एक में से पीले रंग का फूल निकल आए, लेकिन इन पेड़ पर 14 साल भी फूल नहीं आए. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്ന്. पेड़ लगाने के कुछ साल बाद, पेड़ लगाने എന്ന് വെച്ചാൽ വെക്കുക, മരം വെച്ചതിന്, കുച്ച് സാൽ കുറച്ച്, സാൽ എന്ന് വെച്ചാൽ വർഷം, ബാദ് ശേഷം. पेड़ लगाने के कुछ साल बाद മരം വെച്ചതിന് കുറച്ച് നാൾ ശേഷം മേം സെ പീലെ രംഗ് കെ ഫൂൽ നിഗൽ ആയേ. അതിനുശേഷം എന്ത് സംഭവിച്ചു? പീലെ രംഗ് മഞ്ഞ നിറത്തിലുള്ള ഫൂൽ നിഗൽ ആയേ, മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു. അതായത് മഞ്ഞ നിറത്തിലുള്ള വാഗമരം പൂത്തുലഞ്ഞു. ലേക്കിൻ എന്നാൽ ഇസ് പേഡ് പർ, ഈ ചുവന്ന പൂ പിടിക്കുന്ന വാഗമരത്തിൽ, ഇസ് പേഡ് പർ, പേഡ് എന്ന് വെച്ചാൽ മരം, 14 साल ഫി 4 വർഷം വരെ ഫൂൽ നഹീം ആയെ, ഒരു പൂക്കളും വിരിഞ്ഞില്ല. അച്ഛാ തോ ഫിർ, നിർമ്മലിനെ പൂച്ച. അപ്പം നിർമ്മൽ ചോദിക്കുകയാണ്, അച്ഛാ തോ ഫിർ, ആ ശരി, പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നിർമ്മൽ ഇങ്ങനെ ചോദിക്കുകയാണ്. മാം ने कहा इस पेड़ को कटवाकर दूसरे लगवाते हैं. കഹ എന്ന് വെച്ചാൽ പറയുക. മാംനെ കഹ, അമ്മ പറഞ്ഞു. ഇസ് പേഡ് കോ കട്വാക്കർ, കട്വാക്കർ എന്ന് വെച്ചാൽ മുറിക്കുക, ദൂസര മറ്റൊന്ന്, രണ്ടാമത്തെ. ലഗ്വാത്തെ എന്ന് വെച്ചാൽ നടുക, മറ്റൊരു ചെടി നടാം. മാംനെ കഹ ഇസ് പേഡ് കോ കട്വാക്കർ ദൂസര ലഗ്വാത്ത ഹൈ. അമ്മ പറഞ്ഞു ഈ മരം മുറിച്ചിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊരു മരം നടാം. പർ മൈം ഇസ് പേഡ് കോ ബഹുത് ചാഹത്തി തീ, പക്ഷേ മൈം ഇസ് പേഡ് കോ, പക്ഷേ ഞാൻ ഈ മരത്തെ ബഹുത് ചാഹത്തി എന്ന് വെച്ചാൽ ആഗ്രഹിക്കുക, ഇവിടെ ഇഷ്ടപ്പെടുക. ഞാൻ ഈ മരത്തെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. മൈം സോച്ച്തി ഇസ് പേഡ് പർ ഫൂൽ തോ നഹീം ആയേ. മൈം സോച്ച്തി ഞാൻ ചിന്തിച്ചു, ഇസ് പേഡ് പർ ഈ മരത്തിൽ, ഫൂൽ തോ നഹീം ആയേ എന്താ പൂക്കൾ പിടിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ചു. മഗർ ഇസ്കെ പത്തേ അവർ ഇസ്കി ടാലേം കിത്തനി സുന്ദർ ഹേ. മഗർ എന്നിരുന്നാലും ഇസ്കെ പത്തേ എന്ന് വെച്ചാൽ ഇലകൾ, ഇതിൻ്റെ ഇലകളും, അവർ ഇസ്കെ ടാലേം ഇതിൻ്റെ ശിഖരങ്ങളും, കിത്തനി സുന്ദർ ഹേ എത്രത്തോളം സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഈ ചെടിയുടെ ഇലകളും ശിഖരങ്ങളും എല്ലാം കാണാൻ. കിത്തനി ടണ്ടി ഛായ ദേത്തി ഹേ और मेरे कमरे के खिड़की से यह कितना अच्छा लगता है. കിത്തനി ടണ്ടി എന്ന് വെച്ചാൽ തണുത്ത, ഛായ എന്ന് വെച്ചാൽ തണൽ, കമര എന്ന് വെച്ചാൽ മുറി, കിഡ്കി എന്ന് വെച്ചാൽ ജനൽ. കിത്തനി ടണ്ടി ഛായ ദേത്തി ഹേ, ഈ മരം എത്ര നല്ല തണുത്ത ഒരു തണലാണ് എനിക്ക് നൽകുന്നത്.
അവർ മേരെ കമരയ്ക്ക് കിഡ്കീസെ അവർ മേരെ കമരയ്ക്ക് എൻ്റെ റൂമിൻ്റെ കിഡ്കീസെ ജനലിനരികിലായി കിത്തന അച്ഛാ ലഗ്താ ഹേ യഹ് ഈ മരം കിത്തന എത്രത്തോളം അച്ഛാ ലഗ്താ ഹേ നല്ലതായിട്ടാണ് നിൽക്കുന്നത്. മൈം സോച്ചത്തി ഇസ് പേട് പർ ഏക് ന ഏക് ദിൻ സരൂർ ഫൂൽ ആയെങ്കി. മൈം സോച്ചത്തി ഞാൻ ചിന്തിച്ചു ഇസ് പേട് പർ ഈ വാഗമരത്തിൽ ഏക് ന ഏക് ദിൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം സരൂർ ഫൂൽ ആയെങ്കിൽ തീർച്ചയായും, സരൂർ എന്ന് വെച്ചാൽ തീർച്ചയായും, ഫൂൽ ആയെങ്കിൽ തീർച്ചയായും പൂ പിടിക്കും, പൂ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. മാം നെ പക്ക ഫൈസല ലിയാത്ത പേട് കട്വാനേക്ക അമ്മ മരം മുറിക്കാനായിട്ട് തീരുമാനം എടുത്തു. माइम ने माम से बड़े प्यार से कहा, माम अगर अगली गर्मी में फिर इस पर फूल न आए तो आप बेशक इसे कटवा दीजिए. अगली അടുത്ത ഗർമി വേനൽക്കാലം ബേശക് സംശയം കൂടാതെ മാം അഗർ അഗലി ഗർമിമേം അമ്മ അടുത്ത വേനൽക്കാലത്തും ഇസ് പർ ഈ വാഗമരത്തിൽ ഫൂൽ ന ആയേന്തോ പൂക്കളൊന്നും പിടിച്ചില്ലെങ്കിൽ ആ ബേശക് അമ്മ ഒരു സംശയം കൂടാതെ ഇസേ കട്വാ ദീജിയെ ഈ മരം മുറിച്ചു കളഞ്ഞോളൂ. മൈം ചുപ്കെ ചുപ്കെ ഇസേ കുച്ച് ഔർ പാനി ദേ ആത്തി. ചുപ്കെ ചുപ്കെ എന്ന് വെച്ചാൽ ആരും കാണാതെ, കുച്ച് കുറച്ച്, പാനി വെള്ളം. മൈൻ ചുപ്കെ ചുപ്കെ ഇസേ കുച്ച് ഔർ പാനി ദേ ആത്തി. ഞാൻ ആരും കാണാതെ പതുക്കെ പതുക്കെ ചെന്ന് ഈ മരത്തിന് വെള്ളമൊഴിക്കുമായിരുന്നു. കിന്തു ഇസ് ഗർമി മേം ഫി ഇസ് പർ കോയി ഫൂൽ നഹീം കില. കിന്തു ഇസ് ഗർമി മേം എന്നാൽ ഈ വേനൽക്കാലത്തും ഇസ് പർ ഈ മരത്തിൽ കോയി ഫൂൽ നഹീം കില ഒരു പൂക്കളും പിടിച്ചില്ല. ഇസ് പർ മൈം ബഹുത് ഉദാസ് തി. ഉദാസ് എന്ന് വെച്ചാൽ വിഷമമായിട്ടിരിക്കുക, സാഡായിട്ടിരിക്കുക. ഇസ് പർ മൈം ബഹുത് ഉദാസ് തി ഇതിൽ പൂക്കളൊന്നും പിടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം വിഷമത്തിലായിരുന്നു. മൈംനെ സോച്ച മാം ഇസ്കോ സരൂർ കട്വാ ദേങ്കി. സോച്ച എന്ന് വെച്ചാൽ ചിന്തിക്കുക, സരൂർ തീർച്ചയായും. മൈംനെ സോച്ച ഞാൻ ചിന്തിച്ചു, മാം ഇസ്കോ അമ്മ ഈ വാഗമരത്തെ സരൂർ കട്വാ ദേങ്കി തീർച്ചയായും മുറിക്കും. ഏക് ദിൻ മാം നെ മാലി സെ കഹാ, ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ അവർ ഇസ്കി ജഗഹ് പർ ദൂസരാ ഗുൽമോഹർ ലഗാവോ. മാലി എന്ന് വെച്ചാൽ തോട്ടക്കാരൻ, ജഗഹ് സ്ഥാനം, ലഗാവോ നടുക. ഏക് ദിൻ മാം നെ മാലി സെ കഹ ഒരു ദിവസം അമ്മ തോട്ടക്കാരനോട് പറഞ്ഞു, ഇസ് ഗുൽമോഹർ കോ കാട്ട് ദോ ഈ ഗുൽമോഹർ മരം മുറിക്കൂ. അവർ ഇസ്കി ജഗഹ് പർ എന്നിട്ട് അതിൻ്റെ സ്ഥാനത്ത് ദൂസര ഗുൽമോഹർ ലഗാവോ എന്നിട്ട് മറ്റൊരു ഗുൽമോഹർ മരം വെച്ച് പിടിപ്പിക്കൂ. മൈം സാരേ ദിൻ ബഹുത് ഉദാസ് രഹി. ഞാൻ ആ ദിവസം മുഴുവനും വളരെ വിഷമത്തിലായിരുന്നു. ബഹുത് വളരെയധികം. അപ്പോൾ മൈം സാരേ ദിൻ ബഹുത് ഉദാസ് രഹി ഞാൻ ആ ദിവസം മുഴുവൻ വളരെയധികം സങ്കടത്തിലായിരുന്നു. കൽ തോ മേരാ പ്യാരാ പേട് ഹോഗാ ഹി നഹി. കൽ എന്ന് വെച്ചാൽ നാളെ. കൽ തോ മേരാ പ്യാരാ പേട് നാളെ എൻ്റെ പ്രിയപ്പെട്ട മരം ഹോഗാ ഹി നഹീം ഉണ്ടാകുമോ അതോ ഇല്ലയോ. ദൂസരാ ദിൻ സുബഹ് മാം മുझे ജഗാത്തെ ഹുയെ ബോലി. ദൂസരെ രണ്ടാമത്തെ, ദിൻ ദിവസം, സുബഹ് രാവിലെ, ജഗാത്തെ ഉണർത്തുക. ദൂസരേ ദിൻ സുബഹ് രണ്ടാമത്തെ ദിവസം രാവിലെ മാം മുझे ജഗാത്തെ ഹുയെ ബോലി അമ്മ എന്നെ വിളിച്ചുണർത്തിക്കൊണ്ട് പറഞ്ഞു, മീന മീന ഉഡോ ഉഡോ തുമേ കുച്ച് ദിക്കാവൂ. മീന 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 ഉഡോ ഉഡോ എഴുന്നേക്ക്. തുമേ കുച്ച് ദിക്കാവൂ നിന്നെ ഞാൻ കുറച്ച് കാര്യം കാണിച്ചു തരാം. സറ ഗുൽമോഹർക്കോ ദേക്കോ നീ ഗുൽമോഹർ മരത്തെ നോക്കൂ. കഹാം എവിടെ, ക്യാ എന്ത്. മൈം ആംഗേ മൽത്തെ ഹുയെ ദേഖ്നെ ലഗി. മൽത്തെ എന്ന് വെച്ചാൽ കണ്ണ് തിരുമുക. മൈം ആംഗേ മൽത്തെ ഞാൻ കണ്ണ് തിരുമ്മിക്കൊണ്ട് ദേഖ്നെ ലഗി നോക്കാൻ തുടങ്ങി. ധ്യാൻ സേ ദേഖോ അപ്പോൾ അമ്മ പറയുകയാണ് ശ്രദ്ധിച്ച് നോക്കൂ. ധ്യാൻ സേ എന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് നോക്കൂ. ഗുൽമോഹർ കെ പത്തോം കെ ബീച്ച്
ഗുൽമോഹർ മരത്തിൻ്റെ പത്തോം എന്ന് വെച്ചാൽ ഇലകൾ. ഗുൽമോഹർ മരത്തിൻ്റെ ഇലകൾക്കിടയിലേക്ക് നീ ശ്രദ്ധിച്ചു നോക്കിയേ. അമ്മ പറയുകയാണ് ഫൂൽ ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ. അപ്പം എന്താണ് ഫൂൽ, അതായത് പൂ നിൽക്കുന്നുണ്ട് അല്ലേ. ഗുൽമോഹർ പർ ഫൂൽ ആയേ ഹേ, ഗുൽമോഹർ മരത്തിൽ പൂക്കൾ വന്നിരിക്കുന്നു. മൈൻ ഖുഷി സെ നാച്നെ ലഗി. ഖുഷി എന്ന് വെച്ചാൽ സന്തോഷം. നാച്നെ നൃത്തം ചെയ്യുക. മൈൻ ഖുഷി സെ നാച്നെ ലഗി. അപ്പം മീന സന്തോഷം കൊണ്ട് ഇങ്ങനെ നാച്നെ ലഗി, ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്, ഡാൻസ് കളിക്കുകയാണ് അല്ലേ. ദേഖോ ദേഖോ माँ माइम कहती थी ना कि इस गर्मी में मेरा गुलमोहर पर फूल आएंगे. माइम बोली. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി മീന പറയുകയാണ് ദേഖോ ദേഖോ മാം മൈം കഹത്തി തീ. നോക്കൂ നോക്കൂ അമ്മേ, ഞാൻ പറഞ്ഞില്ലേ നാക്കി ഇസ് ഗർമി മേം മേരെ ഗുൽമോഹർ പർ ഫൂൽ ആയെങ്കെ. ഇസ് ഗർമി മേം ഈ വേനൽക്കാലത്ത് മേരെ ഗുൽമോഹർ പർ എൻ്റെ വാഗമരത്തിൽ ഫൂൽ ആയെങ്കെ പൂക്കൾ വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മൈ ബോലി. ബോലി എന്ന് വെച്ചാൽ പറയുക. പഹലി ബാർ ആയി 5 ചഹ് ലാൽ ഫൂൽ ഹരെ ഹരെ പത്തോ മേം സെ ചാക് രഹേ തേ. പഹലി ബാർ. പഹലി ബാർ എന്ന് പറയുന്നത് ആദ്യത്തെ തവണ. 5 5 എന്ന് വെച്ചാൽ 5, ചഹ് 6, ലാൽ ചുവപ്പ്, ഫൂൽ പൂവ്, ഹരെ എന്ന് വെച്ചാൽ പച്ച നിറത്തിലുള്ള, പത്തേം ഇലകൾ, ചാങ്ക് ഒളിഞ്ഞു നോക്കുക. പഹലി ബാർ ആയി ആദ്യത്തെ പ്രാവശ്യമാണിത്, ആദ്യത്തെ പ്രാവശ്യം വരികയാണ്. 5 ചഹ് 5, 6, ലാൽ ഫൂൽ ചുവന്ന നിറത്തിലുള്ള പൂക്കൾ, ഹരെ ഹരെ പത്തോ മേം സേ. അപ്പോൾ ആദ്യമായിട്ട് വന്ന ഈ 5 6 ചുവന്ന പൂക്കൾ ഹരെ ഹരെ പത്തോ മേം സേ ഈ പച്ച ഇലകൾക്കിടയിലൂടെ ചാങ് രഹേത്തെ ഒളിഞ്ഞു നോക്കുകയാണ്. കിത്തനെ സുന്ദർ ലഗ് രഹേത്തെ. എത്ര സുന്ദരമായ കാഴ്ചയാണിത്. മൈം ഫാക്കർ നീച്ചെ ബഗീച്ചെ മേ ഗയി അവർ ഗുൽമോഹർ കെ പേട് സെ ലിപ്പട്ട് ഗയി. മൈം ഫാക്കർ. ഫാഗർ എന്ന് വെച്ചാൽ ഓടുക, നീച്ചെ താഴെ, ലിപ്പട്ട് എന്ന് വെച്ചാൽ ആലിംഗനം ചെയ്യുക, കെട്ടിപ്പിടിക്കുക. മൈ ഫാക്കർ നീച്ചെ ബഗീച്ചെ മേ ഗയി. ഞാൻ ഓടി താഴെ പൂന്തോട്ടത്തിലെത്തി. അവർ ഗുൽമോഹർ കെ പേട് സെ എന്നിട്ട് ഗുൽമോഹർ മരത്തെ ലിപ്പട്ട് ഗയി കെട്ടിപ്പിടിച്ചു. कितनी अच्छी बात हुई इस बेचारे पर फूल आ गए. നിർമ്മൽ ബോലി. അപ്പോൾ ഈ കഥ മീന തൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം നിർമ്മൽ ഈ കഥയെല്ലാം കേട്ടിട്ട് മറുപടി പറയുകയാണ്. കിത്തനി അച്ചി ബാത് ഹുയി. എത്ര നല്ല കാര്യമാണ് സംഭവിച്ചത്. ഇസ് ബേച്ചാര പർ ഈ പാവം മരത്തിൽ ഫൂൽ ആകയ പൂക്കൾ വന്നത് എത്ര നല്ല കാര്യമാണ്. ഈ പാവം മരത്തിൽ പൂക്കൾ വന്നത് നല്ല കാര്യമാണ്, വളരെ നല്ല കാര്യമാണെന്ന് നിർമ്മൽ മറുപടി പറയുകയാണ്. ഹാം മീന ബോലി. അതെ മീന പറയുന്നു. ഫിർ മാഫി ബഗീച്ചേമേം ആകയി. ഫിർ പിന്നീട് മാഫി അമ്മയും ബഗീച്ചേമേം ആകയി ഈ പൂന്തോട്ടത്തിലേക്ക് വന്നു. माइम ने माम से कहा माइम अपने गुलमोहर की 5वीं वर्षगांठ मनाऊंगी. മാം അമ്മ മായും അപ്നെ ഗുൽമോഹർ കി ഞാൻ എൻ്റെ വാഗമരത്തിൻ്റെ 5വീം വർഷഗാണ്ട് 5ാമത്തെ ജന്മദിൻ മനാവൂങ്കി ആഘോഷിക്കട്ടെ. അമ്മ ഞാൻ എൻ്റെ വാഗമരത്തിൻ്റെ 5ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കട്ടെ. മൈ അപ്നി സഹേലിയോം കോ ദാവത് ദൂങ്കി. സഹേലി സുഹൃത്തുക്കൾ, ദാവത്ത് സദ്യ. മൈം അപ്നി സഹേലിയോം കോ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് ദാവത്ത് ദൂങ്കി സദ്യ ഒരുക്കി കൊടുക്കും. എൻ്റെ വാഗമരത്തിൻ്റെ 5ാമത്തെ പിറന്നാൾ ഞാൻ ആഘോഷിക്കട്ടെ അമ്മ, ഞാൻ അവർക്ക് സദ്യയും കൊടുക്കും. മാംനെ ഖുഷ് ഹോക്കർ കഹ. അമ്മ വളരെ ഖുഷ് എന്ന് വെച്ചാൽ സന്തോഷം. അമ്മ വളരെ സന്തോഷത്തോടെ പറഞ്ഞു സരൂർ തീർച്ചയായും. എഹി ഗുൽമോഹർ കി ചായ മേം ദാവത് കരോ. ഈ ഗുൽമോഹർ മരത്തിൻ്റെ ചായ. ഈ ഗുൽമോഹർ കി ചായ എന്ന് വെച്ചാൽ ചായ, തണൽ. എഹി ഗുൽമോഹർ കി ചായ മേം ഈ ഗുൽമോഹർ മരത്തിൻ്റെ തണലിൽ തന്നെ ദാവത് കരോ നമുക്കവർക്ക് വിരുന്ന്, സദ്യ അല്ലെങ്കിൽ വിരുന്ന് കൊടുക്കാം. അപ്നി സബ് സഹേലിയോം കോ ബുലാവോ. നിൻ്റെ സബ് സഹേലിയും എല്ലാ കൂട്ടുകാരെയും ബുലാവോ വിളിക്കണം. मीना जब कहानी सुना चुकी तो अपने गुलमोहर की तरफ देखा. മീന ജബ് കഹാനി. മീന എപ്പോഴാണോ, കഹാനി എന്ന് വെച്ചാൽ കഥ,
മീന ജബ് കഹാനി സുനാ ചുക്കി. എപ്പോഴാണോ മീന കഥ പറഞ്ഞു തീർന്നത്, ഉസ്നെ ഗുൽമോഹർ കി തരഫ് ദേക്ക. തരഫ് എന്ന് വെച്ചാൽ ഗുൽമോഹറിൻ്റെ നേരെ ദേക്ക നോക്കി. കഥ പറഞ്ഞു തീർന്നിട്ട് അവൾ ഗുൽമോഹർ മരത്തിനെ ഒന്ന് നോക്കി. उसको ऐसा लगा जैसे गुलमोहर भी अपनी कहानी सुनता सुनता मुस्कुरा रहा था. उसको ऐसे लगा, മീനയ്ക്ക് ഐസാ ലഗ ഇങ്ങനെ തോന്നി, ജൈസെ ഗുൽമോഹർ ഫി നമ്മളുടെ വാഗമരവും അപ്നി കഹാനി തൻ്റെ കഥ സുൻത സുൻത കേട്ട് മുസ്കുരാ രഹാത്തെ പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് മീന തൻ്റെ വാഗമരത്തെ നോക്കുകയാണ്. അപ്പോൾ അവൾക്ക് തോന്നി തൻ്റെ കഥയെല്ലാം കേട്ടിട്ട് വാഗമരവും തന്നെ നോക്കി ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥയിൽ പഠിച്ചത് മീന എന്ന ഒരു കൊച്ചു പെൺകുട്ടി തൻ്റെ പ്രിയപ്പെട്ട വാഗമരത്തിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതാണ്. ഇതിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.